കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി കോതമംഗലം കോട്ടപ്പടി നിവാസികൾ. വാവേലി വടക്കുംഭാഗം മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. മുട്ടത്തുപാറ കൂവക്കണ്ടം റോഡിലും കാട്ടാനക്കൂട്ടം എത്തിയിട്ടുണ്ട്. യെസ്, സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, നേരത്തെയും കാട്ടാനകൾ എത്തുന്ന ഇടമാണോ ഇത്? നൗഫൽ, കോതമംഗലം താലൂക്കിലെ മലയോര മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. പ്രത്യേകിച്ച് കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കും ഭാഗം വാവേലി മേഖലകളിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിട്ട് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് പുലർച്ചെയാണ് ഈ മുട്ടത്തുപാറ കൂവക്കണ്ടം റോഡിലേക്ക് ഈ കാട്ടാനക്കൂട്ടം എത്തിയത്. ജനവാസ മേഖലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി 10-ലധികം കാട്ടാനകൾ അവിടെ തമ്പടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാട്ടാനകളെ തുരത്താനുള്ള യാതൊരുവിധ നടപടികളും ഇതുവരെ ഫലപ്രദമായി സ്വീകരിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പ്രധാനമായിട്ടുള്ള ഒരു പരാതി. എന്തായാലും ഈ ആന റോഡ് മുറിച്ച് കിടക്കുന്നത് കണ്ട നാട്ടുകാർ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ നിന്ന് പിന്നീട് കാട്ടാനക്കൂട്ടത്തെ അവിടെ നിന്ന് തുരത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പുലർച്ചെ കാടിറങ്ങുന്ന കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് എത്തുന്നു, വ്യാപകമായ കൃഷിനാശമുണ്ടാക്കുന്നു, ആളുകൾക്ക് ഭീഷണിയാണ്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നിരവധി വിദ്യാർത്ഥികളടക്കം പുറത്തുപോയി പഠിക്കുന്നുണ്ട്. നാട്ടുകാർ ജോലിക്കായി പുറത്തേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാത കൂടിയാണ്. അപ്പോൾ കാട്ടാനക്കൂട്ടം ഈ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ഏറെ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ, ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കണമെന്ന ഈ നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ ഇതൊന്നും പേരിന് മാത്രം സ്ഥാപിക്കുന്നു, പക്ഷേ ഫലപ്രദമായി ഈ കാര്യങ്ങൾ നടപടിയിലേക്ക് എത്തുന്നില്ല, ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ ജനവാസ മേഖലയിലേക്ക് കാടിറങ്ങിയെത്തുന്ന കാട്ടാനക്കൂട്ടം പലപ്പോഴും കിണറുകളിലൊക്കെ അകപ്പെട്ട് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ ആളുകളുടെ ആശങ്ക ഈ കൃഷിയടക്കം നശിപ്പിക്കുന്നു എന്നുള്ളതിലാണ്. മറ്റൊന്ന്, ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യവും ഇവർ കാലങ്ങളായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്.